കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന കർക്കശക്കാരനായിട്ടുള്ള നേതാവ്, പ്രവർത്തകരുടെ സംരക്ഷകൻ, രക്ഷകൻ എന്നീ നിലകളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന കണ്ണൂർ സിംഹം എങ്ങനെയാണ് പാർട്ടിക്ക് വിധേയനായി മാറിയത്? സീറ്റിന് വേണ്ടി വാശി പിടിച്ച സുധാകരനെ അതിബുദ്ധിപരമായി ഹൈക്കമാൻഡ് പല നീക്കത്തിലൂടെയും പൂട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ദീപാദാസ് മുൻഷി. സുധാകരനെ ഒപ്പമിരുത്തി വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരെ വിളിച്ച് ഒപ്പമുണ്ടായിരുന്നവരൊക്കെ തന്നെ സുധാകരനെ തള്ളിപ്പറയുന്നുവെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തി ഏറ്റവും ഒടുവിൽ സുധാകരനെ സംരക്ഷിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സുധാകരന് തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പത്തിമടക്കിയ സുധാകരൻ പിന്നീട് സതീശന് വിധേയപ്പെടുന്ന ഒരു കാഴ്ച ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരുമോ? അങ്ങനെ ചില സംശയങ്ങളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരനെ അണികൾ കണ്ണൂർ സിംഹമെന്ന് ഇത്രയും കാലം വിളിച്ചത് വെറുതെ ആയിരുന്നില്ല. കാരണം CPM-ന്റെ സമഗ്രാധിപത്യമുള്ള കണ്ണൂരിൽ, വേരോട്ടമുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂരിൽ തലയെടുപ്പോടെ നെഞ്ചുയർത്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സുധാകരൻ എന്ന് പറയുന്നത് സാധാരണ പ്രവർത്തകർക്ക് ജീവശ്വാസം തന്നെയായിരുന്നു. സുധാകരൻ അവിടെ വേരുറപ്പിച്ച കാലം മുതൽക്കാണ് തല്ലുകൊണ്ട് ഓടിയൊളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് തിരിച്ചടിക്കാനും നിലയുറപ്പിക്കാനും ഒക്കെ തന്നെ തുടങ്ങിയത്. അടിക്കടി, വെട്ടിന് വെട്ട്, ഇതുതന്നെയായിരുന്നു സുധാകരൻ്റെ നയം. ഭയമില്ലാത്ത, ആർക്കും കൂസാത്ത രീതി, ശത്രുക്കളുടെ മുന്നിൽ തല കുനിക്കാത്ത നിലപാട്, പരുക്കൻ രാഷ്ട്രീയ ശൈലി, ഇതൊക്കെ തന്നെയായിരുന്നു ഈ 78-ാം വയസ്സിലും സുധാകരന് ആ തലയെടുപ്പ് നൽകുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും ഉൾമൊഴിയിൽ നിർത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ സുധാകരൻ. കേവലം ഒരു സീറ്റിന് വേണ്ടി മാത്രം ഏറെ പൊരുതി തന്നെയാണ് പരാജയം സമ്മതിച്ചിരിക്കുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കലാപശ്രമങ്ങളൊക്കെ തന്നെ സുധാകരൻ നടത്തുമെന്ന സൂചന പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് വിധേയനായി മാറി. CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ അവർക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്ന താനല്ലാതെ മറ്റാരുമില്ല എന്നുള്ള നിലപാട് ഇന്നും സുധാകരൻ്റെ മനസ്സിലുണ്ട്. താൻ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഏക കോൺഗ്രസ് നേതാവായി തന്നെ സുധാകരൻ അതുകൊണ്ട് കണ്ണൂരിൽ അറിയപ്പെടുന്നു. സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ ഓരോ CPM നേതാക്കളെയും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി സുധാകരൻ അറിയാം. അതിനുള്ള ആർജവം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയത് പോലും സുധാകരനായിരുന്നു. ഓരോ മുക്കിലും മൂലയിലും കണ്ണൂരിൽ തനിക്ക് ബന്ധമുള്ള പ്രവർത്തകരുണ്ട്. അവർക്കൊപ്പം തന്നെയാണ് താൻ വളർന്നിരിക്കുന്നത്, അവർക്കൊപ്പം തന്നെയാണ് താൻ ജീവിക്കുന്നത്. ശത്രുക്കൾക്ക് പോലും അറിയാവുന്ന കാര്യം. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും എങ്ങനെ സുധാകരൻ പുറത്തായി? ഇത്രയും കരുത്തനായ ഒരു നേതാവിനെ എങ്ങനെ മെരുക്കാൻ കഴിഞ്ഞു VD സതീശനും? ഈ ചോദ്യമായിരുന്നു ഉയർന്നത്. ഇതിന് പിന്നിൽ ചില നാടകീയ നീക്കങ്ങൾ നടന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ചില മാധ്യമ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ACC നിരീക്ഷകയായിട്ടുള്ള ദീപാദാസ് മുൻഷി സുധാകരനുമായി നടത്തിയ ഒരു ചർച്ച ഇത് തന്നെയാണ് സംഭവത്തിൽ ഏറ്റവും വഴിത്തിരിവായിട്ടുള്ളത്. കണ്ണൂർ മണ്ഡലത്തിലെ 1/3 വാർഡ് കമ്മിറ്റികൾ സുധാകരനൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് സീറ്റ് തരുമെന്നാണ് ദീപാദാസ് മുൻഷി മുന്നോട്ട് വെച്ച നിർദ്ദേശം. സുധാകരനാകട്ടെ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുണ്ട് എന്നുള്ളത് തെളിയിച്ചു തരാമെന്ന് സുധാകരൻ്റെ വെല്ലുവിളി. ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ വാർഡ് കമ്മിറ്റികളിലേക്ക് അങ്ങനെ നേരിട്ട് വിളിച്ചു. ആകെ വിളിച്ച 70 വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരിൽ 50 പേരും സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ ശക്തമായി തന്നെ എതിർത്തു. ഇതിന് പിറകെയാണ് സുധാകരന് തൻ്റെ തട്ടകത്തിൽ പോലും സ്വാധീനം കുറയുന്നു എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറാൻ സ്വയം തയ്യാറായി. തൻ്റെ കൂടെ ആളില്ലെങ്കിൽ മത്സരിച്ചാൽ എന്തു പ്രയോജനം? പെട്ടിയിൽ വോട്ട് കയറിയില്ലെങ്കിൽ മത്സരിച്ചു എന്ന ഖ്യാതി മാത്രമല്ലേ ഉണ്ടാകും. തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് കെ സുധാകരൻ പിന്മാറിയെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ രഹസ്യമായ ചില ഓപ്പറേഷനുകൾ കണ്ണൂരിൽ ഇതിനിടയിൽ നടത്തി. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിലാണ് ACC നിരീക്ഷക ദീപാദാസ് മുൻഷി സുധാകരനെ വിളിച്ച് ഉപാധി മുന്നോട്ട് വെച്ചത്. കണ്ണൂർ മണ്ഡലത്തിലെ വാർഡ് കമ്മിറ്റികളിൽ ഭൂരിഭാഗവും സുധാകരനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് സുധാകരന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ധാരണ. അങ്ങനെയാണ് ഒപ്പമിരുത്തി വാർഡ് പ്രസിഡന്റുമാരെ ഫോണിൽ വിളിച്ച് കാര്യം തിരക്കിയത്. എന്നാൽ ഫോൺ എടുത്ത വാർഡ് പ്രസിഡന്റുമാർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല തങ്ങൾ സംസാരിക്കുന്നത് സുധാകരൻ കേൾക്കുന്നു എന്നുള്ളത് പോലും. അങ്ങനെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള പലരും സുധാകരനെ കൈയൊഴിയുന്നത് സ്വയമേ മനസ്സിലാക്കുകയായിരുന്നു സുധാകരൻ. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പോലും തൻ്റെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് സുധാകരൻ അന്ന് തിരിച്ചറിഞ്ഞത്. ആ യാഥാർത്ഥ്യമാണ് സുധാകരനെ പിന്നോട്ടടിച്ചത്.
സ്വന്തം മണ്ഡലത്തിലെ അടിത്തട്ടിലുള്ള പ്രവർത്തകർ പോലും കൂടെയില്ല. സുധാകരൻ പത്തി പടക്കാൻ തയ്യാറായതും ഈ ഒരു കാരണത്താലാണ്. സ്വയം നിർബന്ധിതനായിരിക്കുന്നു, ആരുടെയും നിർബന്ധമില്ലാതെ. അങ്ങനെ സ്വമേധയാ മത്സരരംഗത്ത് നിന്നും മാറി വളരെ ശാന്തനായി പാർട്ടിയെ തള്ളിപ്പറയാതെ ഡൽഹിയിൽ നിന്നും തിരികെ നാട്ടിലേക്ക് മടങ്ങി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റില്ലെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നും സുധാകരൻ വളരെ സൗമ്യനായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിക്ക് വിധേയനായി നിൽക്കും, അക്കാര്യത്തിൽ സംശയമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കുമെന്ന ആഗ്രഹം ഏറെ പ്രകടിപ്പിച്ച സുധാകരന് നിരാശ മാത്രമായിരുന്നു ആ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടായത്. കടുത്ത സമ്മർദ്ദമുയർത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ അദ്ദേഹത്തിന് സ്വയം തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. എംപിമാരെ ആരെയും തന്നെ പരിഗണിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് ആദ്യം നിലപാട് സ്വീകരിച്ചിരുന്നു. ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സുധാകരൻ ഇല്ലെങ്കിൽ പിന്നെ അടൂർ പ്രകാശിനും വോയിസ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമ്മർദ്ദവുമായി നിന്ന സുധാകരൻ്റെ വിലപേശലിന് ഒരു തരത്തിലും വഴങ്ങണ്ട എന്നാണ് പാർട്ടി തീരുമാനമെടുത്തത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ സാധ്യതകളൊക്കെ അടഞ്ഞു. പിറകെ മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് പാർട്ടിക്ക് വിധേയനായി തുടരുമെന്ന് അദ്ദേഹം പറയുന്നത്. സുധാകരൻ്റെ ജീവിതം അതൊരു അസാധാരണ ജീവിതം തന്നെ ആയിരുന്നു. അതിനെക്കുറിച്ച് പറയാതെ പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാകും. 1948 മെയ് 11 കണ്ണൂരിലെ നടാലിൽ വി രാമുണ്ണിയുടെയും മാധവിയുടെയും മകനായി ജനിച്ച സുധാകരൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും LLB പഠനവും പൂർത്തിയാക്കി. KSU വഴിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. KSU യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 മുതൽ 2001 വരെ കണ്ണൂർ DCC പ്രസിഡന്റായി പ്രവർത്തിച്ചു. 96 മുതൽ 2009 വരെ കണ്ണൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭാ അംഗമായിരുന്നു. 2001-2004 കാലഘട്ടത്തിൽ AK ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2009, 2019, 24 വർഷങ്ങളിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായി. എന്നും വധഭീഷണികൾക്കും തിരിച്ചടികൾക്കും ഇടയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയത്. അസാധാരണമായൊരു ജീവിതകഥ തന്നെയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അതിൽ ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേര്, ബ്രണ്ണൻ കോളേജിൽ പഠനകാലത്ത് പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയത്, AK ബാലനെ തല്ലി ഓടിച്ചത്. ഇതൊക്കെ സുധാകരൻ നേരത്തെ പറഞ്ഞ വലിയ വിവാദമായ സംഭവമായിരുന്നു. ക്യാമ്പസിൽ എപ്പോഴും കത്തിയുമായി നടക്കുന്ന ഫ്രാൻസിസ് എന്ന സഹപാഠി പിണറായി വിജയനെ കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചെന്നും ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണെന്ന് പിണറായി രക്ഷപ്പെട്ടതെന്നുമാണ് സുധാകരൻ്റെ അവകാശവാദം. കോവിഡ് കാലത്തായിരുന്നു ഈ വിഷയം ഉയർന്നു കേട്ടത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് നിഷേധിച്ചു. സുധാകരൻ്റെ വെറും സ്വപ്നമെന്നാണ് പിണറായി ഇതിനെ വിശേഷിപ്പിച്ചത്. താൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ KSUക്കാർ വളഞ്ഞെന്നും അന്ന് താൻ ശബ്ദമുണ്ടാക്കി അവരെ പേടിപ്പിക്കുകയാണ് ചെയ്തതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. പ്രത്യേക രീതിയിൽ ഒരു ആക്ഷൻ ഞാൻ എടുത്തു, അയാളെ തല്ലിയില്ല, തൊട്ടില്ല എന്ന് പിണറായി പറഞ്ഞതും പിന്നീട് വൈറലായി. ആ ആക്ഷൻ തന്നെയായിരുന്നു പിന്നീട് ഏറെ ട്രോളുകൾക്ക് കാരണമായി മാറിയത്.